ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് റൈമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. സാധാരണ നമ്മൾ ഉപ്പ് മുളക് മഞ്ഞൾ മാത്രമൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീൻ പൊരിയാണ് ഉണ്ടാക്കൽ. ഇത് അങ്ങനെ ഇല്ലാണ്ട് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നല്ലൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് പപ്പൻസ് ആണ് മീൻ എടുത്തത്. ഇനി ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ചീരാമുളക്, ഒരു ചെറിയ കഷ്ണം തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയുള്ളി, 2 തണ്ട് കറിയില, എത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി മസാലപ്പൊടികൾ നമുക്ക് ചേർത്തണം. ഈ കടുക്ക, ഞണ്ട്, കരിമീൻ, മത്തി ഇതൊക്കെ സാധാരണ പോലെ പൊരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ബാക്കിയുള്ള ഏത് മീനും നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ പപ്പൻസാണ് ഒരു 6 പീസ് എടുത്തിരുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസിന് അളവ് വെച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും ഒരു സ്പൂണാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ അതൊക്കെ ചേർത്തതൊന്ന് വ്യത്യാസം വരുത്തി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജാറിൽ തന്നെ കേട്ടോ അടിച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഒരുപാട് സ്പെഷ്യൽ മലബാർ സൈഡ് ഡിഷസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അതെല്ലാവരും എന്തായാലും കണ്ടിട്ട് എല്ലാ വിഭവങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം, ഈ മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് കൈ വെച്ച് എല്ലാവരും ഈ ഫിഷിലേക്ക് ഫുള്ള് പുരട്ടുക. അപ്പോൾ നമ്മളിത് എന്താ പറയുക, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെക്കുന്നതോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുറത്തെടുത്ത് വെച്ച് പൊരിച്ചാലൊക്കെ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും. ഒന്നുകൂടി മസാലയൊക്കെ നല്ലോണം പിടിക്കും. കണ്ടോ, ഞാൻ അതേപോലെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്യുക, എന്നാലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ പൊരിച്ചൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി പൊരിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതേപോലെ പൊരിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്തതിന് ശേഷം ഒന്ന് മറച്ചിട്ട് വീണ്ടും വേവിക്കുക. സാധാരണ നോർമൽ മീൻ പൊരി പോലെ ഒന്ന് അടച്ച് വേവിച്ചാൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ മീനുകളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അതൊരു ഭാഗം ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പം നമ്മളെ ഫിഷ് ഫ്രൈ റെഡിയായി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.